നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ജൂൺ 21 ലാബ് അസിസ്റ്റന്റ് എക്സാം ഫോക്കസ് ചെയ്ത്, അതേപോലെ ഇനി വരാനുള്ള ASM ആയാലും VFA ആയാലും ഏത് എക്സാം ആയാലും അതിനെല്ലാം ഫോക്കസ് ചെയ്ത്, എസ്പെഷ്യലി ലാബ് അസിസ്റ്റന്റ്, ഇനി റീസെന്റ് എക്സാം അതാണല്ലോ. അപ്പോൾ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് 2025 നടന്ന റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെക്ഷനാണിത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജി, ലാബ് അസിസ്റ്റന്റിനും ASMനും വേണ്ടിയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി പങ്കുവെച്ച വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും 2024 2023 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോകണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാൽ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ ആ ഒരു സമയമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യനും ആൻസറും എന്നുള്ള രീതിയിലെങ്കിലും അത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോയിട്ട് വേണം പോകാനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 2025 നമ്മളുടെ 10th മെയിൻസിന്റെ സിലബസിൽ സെയിം ആയിട്ട് നടന്ന കുറെ GK ഭാഗങ്ങളുള്ള 2025 ഫെബ്രുവരി മാസം നടന്ന ICDS സൂപ്പർവൈസറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം LDCയുടെ അല്ലെങ്കിൽ നമ്മുടെ 10th മെയിൻസിന്റെ സിലബസുമായിട്ടൊക്കെ എന്താണ് ഈക്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ GK ഭാഗത്തെ ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ D ആണ് വരുന്നത്, ലാഹോർ ആണ്. പാകിസ്ഥാന്റെ ലാഹോർ ആണ് 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളെ അവരുടെ ഭരണ കാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതുക. അപ്പം ഈ ഒരു ഇന്ത്യൻ ചരിത്രവുമായി ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല, എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻ A ആണ് കേട്ടോ, 2, 1, 4, 3. ആദ്യം ശ്രീഗുപ്തൻ, പിന്നീട് ചന്ദ്രഗുപ്തൻ രണ്ടാമതായിട്ട്, മൂന്നാമതായിട്ട് സമുദ്രഗുപ്തൻ, നാലാമതായിട്ട് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഓപ്ഷൻ A ആണ് കേട്ടോ. അടുത്ത തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം, ഇതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ C 1398 എന്താണ് തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്നത് കേട്ടോ. 1398 തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഇത് ആരുടെ ഗ്രന്ഥമാണ്? എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിന്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ 1857 കലാപം പഠിക്കുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ കലാപ നേതാക്കളും കലാപ കേന്ദ്രങ്ങളുടെയും നേതാക്കളുടെയും പേരുകൾ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് യോജിപ്പിച്ച് നോക്കാം. ബഹദൂർ ഷാ സെക്കൻഡ് എവിടാണ്? 3 ഡൽഹിയിലാണ് ബഹദൂർ ഷാ സെക്കൻഡ്. നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ സെക്കൻഡ് നേതൃത്വം കൊടുത്തത് ഡൽഹിയിലാണ്. അതേപോലെ കൻവർ സിംഗ് എവിടെയാണ് നേതൃത്വം കൊടുത്തത്? ആറയിലാണ് കേട്ടോ. ആറയിലാണ് കൻവർ സിംഗ് നേതൃത്വം കൊടുത്തത്. നാനാ സാഹിബ് എവിടെയാണ്? കാൺപൂരിലാണ്. റാണി ലക്ഷ്മി ഭായ് ഗോളിയാർ. അപ്പൊ ഇവിടെ 3, 1, 4, 2 ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. 2025 ജനുവരി ഭാഗത്തു നിന്നാണ് ഒരു കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 2025 ജനുവരി 19 ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തില് താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19. അടുത്ത 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? K അരവിന്ദാക്ഷനാണ് കേട്ടോ. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? K അരവിന്ദാക്ഷനാണ്. ഗോപ എന്ന നോവലിനാണ് കേട്ടോ. ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ആർക്ക് ലഭിച്ചത്? K അരവിന്ദാക്ഷന് ലഭിച്ചത്. അടുത്തത്, പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹമാണ് ഏത്? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം. എന്താണ്? പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഞ്ചൻ നമ്പ്യാർ. 9, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരാണ്? മനു ഭാക്കർ ആണ് കേട്ടോ.
24 പാരീസ് ഒളിമ്പിക്സിലാണ് മനു ഭാക്കർ ഇങ്ങനൊരു നേട്ടം കൈവരിച്ചത് ഷൂട്ടിങ്ങിൽ കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കർ. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആദ്യം തന്നെ അങ്ങ് പറയാം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ് കേട്ടോ. 4, 3, 1, 2. അതായത് വർണ്ണരാജി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? എം ലീലാവതിയുടെ കൃതിയാണ് വർണ്ണരാജി. അപ്പൊ വർണ്ണരാജി എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? എം ലീലാവതി. അടുത്തത് സഫലമീ യാത്ര എന്ന് പറയുന്നത് NN കക്കാടിന്റെ കൃതിയാണ് കേട്ടോ. NN കക്കാടിന്റെ കൃതിയാണ് സഫലമീ യാത്ര. ശ്യാമമാധവം എല്ലാവർക്കും അറിയായിരിക്കും. ശ്യാമമാധവം അറിഞ്ഞാൽ തന്നെ ആ ഒരു ഓപ്ഷൻ കറുപ്പിക്കാൻ പറ്റും അല്ലേ? ശ്യാമമാധവം പ്രഭാവർമ്മയുടെയാണ് കേട്ടോ. അടുത്ത മധുരം നിന്റെ ജീവിതം ആരുടെ കൃതിയാണ്? KP അപ്പന്റെ കൃതികളാണ്. അപ്പൊ ഈ കൃതികളെയും കർത്താക്കന്മാരെയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക, വീണ്ടും ചോദിക്കാം. വർണ്ണരാജി എം ലീലാവതി. സഫലമീ യാത്ര ആരുടെ കൃതിയാണ്? NN കക്കാട്. ശ്യാമമാധവം പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം ആരുടെ കൃതിയാണ്? KP അപ്പന്റെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 11. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മിതോഷ്ണ മേഖലയാണ് കേട്ടോ. അറിയാലോ, എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതായിരിക്കും? മിതോഷ്ണം. അതായത് ശൈത്യവും ഉഷ്ണവും എല്ലാം വ്യക്തമായിട്ട് അനുഭവപ്പെടുന്ന മേഖലയാണ് ഏത്? മിതോഷ്ണ മേഖല. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്ത് വിളിക്കും? ശിലാമണ്ഡലം അല്ലെ? ഓപ്ഷൻ എ ആണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. എല്ലാം മാർക്കായി പോയി. ഓക്കെ, അപ്പൊ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ ആണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? ഇപ്പൊ ഭൂപടത്തെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒക്കെ ഞാൻ കോഴ്സിലൊക്കെ എടുത്തിട്ടുണ്ട്, SCRT ചാപ്റ്റർ 10ാം ക്ലാസ്സിൽ. അപ്പൊ അതിൽ വരുന്നതാണിത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. പ്രസ്താവന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ രീതികളാണ് ഭിന്നക രീതി, രേഖാരീതി, പ്രസ്താവന രീതി. അപ്പൊ ഈ ഭൂപടത്തിൽ നൽകിയിട്ടുള്ള ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? പ്രസ്താവന രീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി അല്ലെ? പെനിൻസുലാർ പ്ലേറ്റ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഇനി ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന എന്താണ്? ഉത്തരമഹാസമതലമാണ് കേട്ടോ. അടുത്ത 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ് കേട്ടോ. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. അടുത്തത് കാർഷിക മേഖല വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. അപ്പം 1982 നബാർഡ് വരുന്നത് അല്ലെ? 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വരുന്നത് ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അപ്പൊ നേരത്തെ തന്നെ ഞാൻ ASM കോഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ASM ബാച്ച് 2 നമ്മൾ ജൂൺ 12 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ തുടക്കം മുതൽ തന്നെ ഈ ഒരു കോഴ്സിൽ നിൽക്കണമെന്ന ആഗ്രഹമുള്ളവര് എല്ലാവരും ജൂൺ 12 മുമ്പായിട്ട് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ഏതാണ്? ആരാണ്? KN രാജ് ആണല്ലേ? ഓപ്ഷൻ എ ആണ് KN രാജ്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. 1951-56 കാലഘട്ടത്തിലായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതി. KN രാജാണ് ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു അല്ലെ? ഹരോൾഡ് ഡോമർ മാതൃക, മഹലനോബിസ് മാതൃക 2ാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെട്ടതും 1ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് ആര്? KN രാജ്. അടുത്ത 18ാമത്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സുസ്ഥിര വികസനമായിരുന്നു കേട്ടോ. സുസ്ഥിര, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് എന്ത്? PSC തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഇതിലേതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമില്ലാത്തത്? വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അതേപോലെ മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച, അതും നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം, സാമ്പത്തിക സഹായം വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, അതും നീതി ആയോഗിന്റെ ലക്ഷ്യം തന്നെയാണ്. ജൈവ കൃഷി രീതികൾ അവലംബിച്ച് കാർഷിക ഉൽപാദനം ജൈവ കൃഷി രീതി അവലംബിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഇത് എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല കേട്ടോ. ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തില് മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ്. തെറ്റാന്ന് നമുക്കറിയാം. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അല്ലേ. ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടന മാതൃകയിലുള്ളതാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ട് വരുന്നത് 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അയർലൻഡിലാണ്. അപ്പം ഭരണഘടനയുടെ കടമെടുപ്പുകൾ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് PSC സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഭരണഘടനയുടെ കടമെടുപ്പുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അപ്പൊ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് പറയുന്ന ഭേദഗതി 91ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. 91ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോക്സഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി 91ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. അതേപോലെ 91ാമത് ഭേദഗതിയുടെ വർഷം 2003 കൂടെ ആലോചിച്ച് വെച്ചേക്കണേ. 2003. അടുത്ത 24, ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അപ്പൊ ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ രാജി കൊടുക്കേണ്ടതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്കാണ് കേട്ടോ. മുബാറക്ക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? അപ്പൊ മുബാറക്ക് അൽ കബീർ എന്ന് പറയുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി കുവൈറ്റിന്റെ ആണ് കേട്ടോ. മുബാറക്ക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റിന്റെ ആണ് കേട്ടോ. കുവൈറ്റിൻ്റെത്. ഓക്കെ, അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏത്? അപ്പൊ താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നോക്കിയേ. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. അതേപോലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. ഇവിടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നത് 3ഉം 2ഉം മാത്രമാണ് കേട്ടോ. 3ഉം 2ഉം മാത്രമാണ് ഇവിടെ പെടുന്നത്. ഏതൊക്കെയാണത്? എന്താണ്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 27, കേരള സംസ്ഥാനത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്, ഇന്നത്തെ ആൻസർ ഇല്ല. അപ്പൊ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആണ്. രത്തൻ യു കേൽക്കർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് കേട്ടോ. അപ്പൊ A. ഷാജഹാൻ ആൻസർ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. രത്തൻ യു കേൽക്കർ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് കേരളത്തിൽ. ഓക്കെ, അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഏറ്റവും മാക്സിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 ദിവസമാണ് കേട്ടോ. അതായത് MGNREG ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം 2005 പാസ്സാക്കി 2006 ഫെബ്രുവരി 2 നിലവിൽ വന്ന, എവിടാണ് ഉദ്ഘാടനം ചെയ്തത്? ആന്ധ്രാപ്രദേശിലെ ബെണ്ട്ല പള്ളിയിൽ അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണ് ഈ ഒരു സ്കീം പ്രകാരം ലഭിക്കുന്നത്? മാക്സിമം 100 ദിവസങ്ങളാണ് കേട്ടോ. അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലെ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനാണ് ഇത് കിട്ടുന്നത്. അതും കൂടെ ഓർത്തു വെച്ചേക്കണേ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത്
KSEB ആണ് കേട്ടോ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് കേട്ടോ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ, മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പൊ ഇവിടെ മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ശരിയായിട്ട് വരുന്നത് മുകളിൽ പറഞ്ഞത് എല്ലാമാണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ മുകളിൽ പറഞ്ഞ എന്തൊക്കെയാന്ന് നോക്കാം. മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു, ശരിയാണ്. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറി അപേക്ഷിച്ച് ചെറിയ സംഭരണ ശേഷി മാത്രമേ ഉള്ളൂ. അതായത് പ്രൈമറി മെമ്മറിക്ക് സെക്കൻഡറി മെമ്മറിയെക്കാളും സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ ആർക്കാണ്? സെക്കൻഡറി മെമ്മറി ഡിവൈസസിനാണ്. ഇനി റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വൊളൈറ്റൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? റോം അല്ലെ, റീഡ് ഓൺലി മെമ്മറി, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡ്രൈവ്, ഇതെല്ലാം നോൺ വൊളൈറ്റൽ മെമ്മറികളാണ് കേട്ടോ. നോൺ വൊളൈറ്റൽ മെമ്മറികളാണ് റോം കേട്ടോ. റോം എന്ന് പറയുന്നത് നോൺ വൊളൈറ്റൽ മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ഈ കറണ്ടൊക്കെ പവറൊക്കെ ഫെയിലിയർ ആയാലും അതിൽ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോറേജ് ഒക്കെ പോത്തില്ല, അതേപോലെ കാണും അല്ലേ. അപ്പൊ റോം, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡ്രൈവർ ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? നോൺ വൊളൈറ്റൽ മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അതും ശരിയാണ്. അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തത്? ഇപ്പൊ പ്രൊഫഷണൽ പറ്റി ഇവിടെ ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്. ഇപ്പൊ പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായിട്ട് രൂപകൽപ്പന ചെയ്ത ലിങ്ക്ഡിൻ ആണ് കേട്ടോ. ലിങ്ക്ഡിൻ ആണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിനായി രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോം, ലിങ്ക്ഡിൻ. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇപ്പൊ തെറ്റായ IP കോൺഫിഗറേഷൻ അതൊരു പ്രശ്നമാണ്. ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ ഒരു പ്രശ്നമാണ്. പിഴവുള്ള നെറ്റ്വർക്ക് ടേബിൾ അതും ഒരു പ്രശ്നമാണ്. നെറ്റ്വർക്ക് കേബിൾ അതും ഒരു പ്രശ്നമാണ്. അപ്പം ഇവിടെ ആൻസർ മുകളിൽ പറഞ്ഞത് എല്ലാമാണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും അത് ലഭിക്കാൻ കഴിയാത്ത അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഡാറ്റ അയക്കുന്നു, എന്നാൽ അത് കമ്പ്യൂട്ടറിന് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് കാരണമായിട്ട് വരുന്നത്? തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. മുകളിൽ പറഞ്ഞവയെല്ലാം. 33ാമത്തെ ക്വസ്റ്റ്യൻ. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പം ഇതിലെ ആൻസർ ആയിട്ട് ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സ്വാധൂകരിക്കുന്നതിനാണ് ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന IT ആക്ട് 2000 അനുസരിച്ചിട്ട്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. 34. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശ്യമായി കണക്കാക്കുന്നത്? അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ എയും ബിയും വരും. ഓരോ പൊതു അധികാര സ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന്, അതേപോലെ വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും പൊതു അധികാര സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിന്. ഇവിടെ ഓപ്ഷൻ എ അല്ലെ എയും ബിയും ഉത്തരമായിട്ട് എടുക്കാം. ഓക്കെ, അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ: സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന ഉറപ്പുവരുത്തുക, അതൊരു അവകാശമാണ്. വളരെ വേഗത്തിലും ലളിതമായ നടപടിക്രമങ്ങളിലൂടെയും കുറഞ്ഞ ചെലവിൽ ഉപഭോക്താക്കളെ തർക്കങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുക. സ്വയം കുറ്റപ്പെടുത്തൽ. മേൽപ്പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ നിയമപ്രകാരം സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ. മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? അപ്പൊ മുതിർന്ന പൗരനുള്ള ദേശീയ നയത്തിൽ എന്താണ് വ്യക്തമാക്കുന്നത്? വയോജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കുക. മേൽപ്പറഞ്ഞ എയും ബിയും ഉത്തരമായിട്ട് സ്വീകരിക്കാം. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ? മേൽപ്പറഞ്ഞ എയും ബിയും തന്നെ ഉത്തരമായിട്ട് നമുക്ക് സ്വീകരിക്കാം, രണ്ടും വരും കേട്ടോ. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ. ഏതെല്ലാം അവകാശങ്ങളാണ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 എടുത്തു പറയുന്നത്? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഹർജിക്കാർക്ക് അതിക്രമങ്ങൾ തടഞ്ഞു കൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ്, ധനസഹായം, ജീവനാംശം നൽകുന്നതിനുള്ള ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ്, സംരക്ഷണ
നഷ്ടപരിഹാര ഉത്തരവ് എന്നിവയാണ് ഇത് ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമപ്രകാരം അവ കിട്ടുന്ന അവകാശങ്ങൾ കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോക്സോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത്? അവിടെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പോക്സോ നിയമം 2012 എങ്കിലും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ തന്നെ ആൻസർ ആയിട്ട് കുറഞ്ഞത് 3 വർഷമാണ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന് പോക്സോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ്? കുറഞ്ഞത് 3 വർഷത്തെ ശിക്ഷയാണ് കേട്ടോ. കുറഞ്ഞത് 3 വർഷത്തെ ശിക്ഷയാണ്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ പോക്സോ നിയമം 2012 നവംബർ 14 നിലവിൽ വന്നതെന്ന് ഓർത്തു വെച്ചേക്കണേ. 39ാമത്തെ ക്വസ്റ്റ്യൻ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകം എന്താണ്? ആ കൈപുസ്തകത്തിന്റെ പേര് കളിത്തോണിയാണ് കേട്ടോ. കളിത്തോണി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകമാണ് ഏത്? കളിത്തോണി. 40ാമത്തെ ക്വസ്റ്റ്യൻ ഇത് അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ പിന്നാക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? ഇവിടെ കണ്ടല ലഹള എന്നാണ് തന്നേക്കുന്നത് കേട്ടോ. കണ്ടല ലഹള. ഓക്കെ, ഇത് ICDS സൂപ്പർവൈസറിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കുറേയേറെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള മാത്രം നോക്കി പോവാം. കിൻഡർ ഗാർഡൻ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണെന്ന് നോക്കാം. കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്തത് ആര്? കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രോബെൽ ആണ് കേട്ടോ. കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്ത ആരാണ്? ഫ്രോബെൽ ആണ്. അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് 46ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ്? എറണാകുളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. അടുത്തതായിട്ട് നോക്കേണ്ടത് 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏതാണ്? അപ്പൊ ഇവിടെ പെടാത്തതെന്ന് പറയുന്നത്, ഇവിടെ പെടുന്നത് ആദ്യം പറയാം. ഇവിടെ പെടുന്നത് നിർഭയ ഉണ്ട്, അപരാജിതയുണ്ട്, പിങ്ക് പോലീസ് ഉണ്ട്. ഹോപ്പ് എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക സുരക്ഷയ്ക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി അല്ല. ഓക്കെ, അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്ന പദ്ധതി SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം നടത്താൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഹോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക സുരക്ഷയ്ക്കുള്ള പദ്ധതികളാണ്. ബാക്കി 3 ഹോപ്പ് ഇതുമാണ് കേട്ടോ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്? 1961 കേട്ടോ. 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ഓക്കെ, 55ാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം സൗജന്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം 6നും 14നും ഇടയിലുള്ള എല്ലാവർക്കും നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പൊ ഏത് ആക്ട് പ്രകാരമാണ് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പ്രായത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അനുസരിച്ചാണ് കേട്ടോ. റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അനുസരിച്ച്. ഓക്കെ, അടുത്ത 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ്? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്? മെയിൻ സ്വിച്ച് അനുബന്ധ സ്വിച്ച് ഓഫ് ആക്കുക, അത് ചെയ്യണം. ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക, അതും ചെയ്യണം. ഇനി പൊള്ളലുണ്ടെങ്കിൽ അതിനുള്ള പരിചരണം നൽകുക, അതും ചെയ്യണം. ഇനി ഓപ്ഷൻ സി നോക്കിയാൽ വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ച് തള്ളുക, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ ദേഹത്ത് തൊടാൻ പാടില്ല അല്ലേ? കറണ്ട് അടിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹത്ത് തൊട്ടാൽ തൊടുന്ന ആൾക്കും കൂടെ കറണ്ട് അടിക്കും. അതുകൊണ്ട് ശക്തിയായിട്ട് ദേഹത്ത് പിടിച്ച് അത് ഡയറക്റ്റ് ദേഹത്ത് തൊടാൻ പാടില്ല. അത് ഓപ്ഷൻ സി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്? തിമിരം, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, മയോപ്പിയ. അപ്പൊ തിമിരം, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, മയോപ്പിയ. ഇവിടെ ചെങ്കണ്ണാണ് കേട്ടോ കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? തിമിരം, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, മയോപ്പിയ. അപ്പൊ ഇത് 4ഉം കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്.
പക്ഷെ ഇതിൽ ചെങ്കണ്ണെന്ന് പറയുമ്പം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന രോഗമാണ്. അടുത്ത 59ാമത്തെ ക്വസ്റ്റ്യൻ, വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സർഗവസന്തം കേട്ടോ. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴില് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി ഏതാണ്? സർഗവസന്തമാണ് കേട്ടോ, സർഗവസന്തം. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത് ഏത്? അപ്പൊ വിറ്റാമിനുകളുടെ അപര്യാപ്ത രോഗം നിശാന്തത ആണല്ലേ ഓപ്ഷൻ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ്. റിക്കറ്റ്സ് കണരോഗം വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. സ്കർവി വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ്. ഡയബറ്റിക്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. അതൊരു വിറ്റാമിന്റെ അപര്യാപ്ത രോഗം ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നോക്കേണ്ടത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ADHD പൂർണ്ണ രൂപം. അപ്പൊ ADHDയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് കേട്ടോ. ADHD ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. എന്ത്? അറ്റൻഷൻ ഡെഫിസിറ്റ്. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ ഒരു മേഖല ICDSന്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായാലും അറിഞ്ഞു വെച്ചേക്കുക. ADHDയുടെ പൂർണ്ണ രൂപം അറ്റൻറ്റീവ് ഡിഫക്റ്റീവ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് കേട്ടോ. ഇനി പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ 71ാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പദ്ധതി അതെന്ന് വെച്ചാൽ പ്രശിക്ഷയാണ് കേട്ടോ. അതൊന്ന് പദ്ധതി ആയതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ജനറൽ PSC ചോദിക്കാം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പദ്ധതി ഏതാണ്? പ്രശിക്ഷയാണ്. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന ഏതാണ്? ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന യുണിസെഫ് ആണ് കേട്ടോ, യുണിസെഫ്. ഓക്കെ, ഇനി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്തത് ഏത്? ഇവിടെ ഏതാണ്? അറിവ് നേടുക ലക്ഷ്യമാണ്. തൊഴിലിന് പ്രാപ്തരാവുക ലക്ഷ്യമാണ്. സ്വഭാവ രൂപീകരണം ലക്ഷ്യമാണ്. ധനസമ്പാദനം ലക്ഷ്യമായിട്ട് എടുക്കത്തില്ല കേട്ടോ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്ത എന്താണ്? ധനസമ്പാദനം. ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11-നാണ്. അടുത്ത ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്തും വേണമെങ്കിൽ ചോദിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏതു രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് കടപ്പെട്ടിരിക്കുന്നു? ഏത് രാജ്യത്തെ? ഫിൻലാൻഡിലെയാണ് കേട്ടോ. ഹാപ്പി സ്കൂൾ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സങ്കല്പം ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്ത? ഫിൻലാൻഡിൽ നിന്ന്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നതാണ് കേട്ടോ. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ഘടന 10 + 2 + 3 എന്ന പഠന സംവിധാനം ആദ്യമായി നിർദ്ദേശിച്ചത് ഏത് വിദ്യാഭ്യാസ നയത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം 1968 കേട്ടോ. കോത്താരി കമ്മീഷൻ അറിയാലോ. അപ്പൊ 10 + 2 + 3 എന്ന പഠന സംവിധാനം ദേശീയ വിദ്യാഭ്യാസ നയം 1968. ഓക്കെ, അടുത്തത് 79ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പ്രതിപാദിക്കുന്നവയിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ ബി ആണ്. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ വോട്ടർമാരും ചേർന്ന സംവിധാനമാണ് ഗ്രാമസഭ. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243-ലാണ് ഗ്രാമസഭകളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പം ആർട്ടിക്കിൾ 243-ലാണ് ഗ്രാമസഭകളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗ്രാമസഭയുടെ കോറം പ്രസ്തുത പ്രദേശത്തെ സമ്മതിദായകരുടെ എണ്ണത്തിൽ 20% ആയിരിക്കും എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി 80ാമത്തത്, ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? ഇവിടെ 1ഉം 2ഉം ആണ് കേട്ടോ. 2ഉം യോഗ്യതകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രസ്തുത ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അതൊരു യോഗ്യതയാണ്. പിന്നെ നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ 21 വയസ്സ് പൂർത്തിയായാൽ മതി. അതേപോലെ വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും ചെയ്യണം. 81 കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അപ്പോൾ ഒബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 271-ലാണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പഞ്ചായത്ത് രാജൊക്കെ നമുക്കും പഠിക്കാനുണ്ട്.
കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ ഏത് വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഒബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 271 കേട്ടോ. അടുത്ത 82ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നിലവിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്? അപ്പൊ ഇവിടെ ഏതൊക്കെ ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1ഉം 3ഉം ആണ് കേട്ടോ. 1ഉം 3ഉം വയനാടും പാലക്കാടും. അപ്പൊ വയനാട് പാലക്കാട് ജില്ലകളിലായിട്ടാണ് എന്താണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി 2006 ഫെബ്രുവരി 2 ആരംഭിച്ചത്. എവിടൊക്കെയാണ്? വയനാടും പാലക്കാടും കേട്ടോ. വയനാടും പാലക്കാടും. അടുത്ത ക്വസ്റ്റ്യൻ. വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയില് തെറ്റായ വിഷയം ഏത്? 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പം അത് എന്താണ്? ശരിയാണ്. 94 കേരള പഞ്ചായത്ത് രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. അതും ശരിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിൽ വരുത്തി. അത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ കേരള വികസന പദ്ധതി എന്ന് പറയുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നെ പഞ്ചായത്ത് രാജ് നിയമവും മുനിസിപ്പാലിറ്റി നിയമവും ഒക്കെ ഇതിന് ഊർജം പകരുന്നവയാണ്. പക്ഷെ കേരള മോഡൽ പദ്ധതി അല്ലെങ്കിൽ കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിലൂടെയാണ് ഇതിന്റെ നടപ്പിൽ വരുത്തിയത്. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ പ്രതിപാദിച്ചിരിക്കുന്നവയില് ശരിയായത് ഏത്? അപ്പൊ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 മാത്രമാണ്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ. ഇങ്ങനെയാണ് എണ്ണം വരുന്നത് കേട്ടോ. ഗ്രാമപഞ്ചായത്തുകൾ 941, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, 14 ജില്ലാ പഞ്ചായത്തുകളും. ഇതാണ് ശരിയായിട്ടുള്ള എണ്ണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതി. ഇത് സ്വച്ഛ് ഭാരത് മിഷൻ ആണ് കേട്ടോ. സ്വച്ഛ് ഭാരത് ഗ്രാമീൺ മിഷൻ ആണ്. സ്വച്ഛ് ഭാരത് മിഷനാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നടത്തി വരുന്ന കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതിയാണ് ഏത്? സ്വച്ഛ് ഭാരത് ഗ്രാമീൺ മിഷൻ. ഓക്കെ. ഇനി 89 നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഇതിലേതാണ് ആ പദ്ധതി? ആർദ്രമാണ് കേട്ടോ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജന ആരോഗ്യ സംവിധാനം, ഈ സർക്കാർ ആശുപത്രികളുടെയൊക്കെ നവീകരണം ഇതിനകത്ത് വരുന്നതല്ലേ. കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആർദ്രമാണ്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത, കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏതാണ്? കിർത്താഡ്സ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കിർത്താഡ്സ്. എന്താണ് കിർത്താഡ്സ് എന്ന് പറയത്തില്ല? KIRTADS. കിർത്താഡ്സ് അത് തന്നെയാണ് കേട്ടോ. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏതാണ്? കിർത്താഡ്സ് ആണ് കേട്ടോ. കിർത്താഡ്സ്. അതേപോലെ കിർത്താഡ്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. കിർത്താഡ്സ് KIRTADS ആണ് കിർത്താഡ്സിന്റെ ഫുൾ ഫോം കേട്ടോ. കിർത്താഡ്സിന്റെ ഫുൾ ഫോം എന്താണ്? KIRTADS. ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ്. കോഴിക്കോടാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ. അടുത്ത, ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ. അടുത്ത 92 ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയ മേഖലകൾ ഏതെല്ലാം? അപ്പൊ ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയ മേഖലകൾ 1, 2, 3 ഇതെല്ലാം വരും കേട്ടോ. ഏതൊക്കെയാണ്? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. ഇത് 3ഉം ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അടുത്തത്, നിരാലംബരും നിർധരരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട്
കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? അഗതിരഹിത കേരളമാണ് കേട്ടോ. അഗതിരഹിത കേരളമാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? അപ്പൊ ഏതാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ പറ്റി പ്രതിപാദിക്കുന്ന? ആർട്ടിക്കിൾ 40ലാണ് കേട്ടോ. ആർട്ടിക്കിൾ 243 നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് ഗ്രാമസഭകളെ പറ്റിയിട്ട്. അപ്പൊ ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ പറ്റിയിട്ട് ആർട്ടിക്കിൾ 40ലാണ് പറയുന്നത് കേട്ടോ. ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ. 99ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ 2021 മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതായിരുന്നു? പാപ്പിനശ്ശേരി ആയിരുന്നു കേട്ടോ. സ്വരാജ് ട്രോഫി ഒക്കെ പഠിക്കണേ. പാപ്പിനശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ MP രാജേഷ് ആണ് കേട്ടോ. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ്. അപ്പോൾ നമ്മുടെ ICDS സൂപ്പർവൈസറിന്റെ 2025 നമ്മുടെ ജനറൽ PSCക്കും കൂടെ ആവശ്യമുള്ളൊരു കുറെ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന ലാബ് അസിസ്റ്റന്റ് ആയാലും BFA ആയാലും അതുപോലുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇത്. കുറെ അധികം നമ്മുടെ സിലബസില് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം തുടർന്നുള്ള വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ ബൈ ബൈ.